ചൈനീസ് ആപ്പായ ടിക്ടോക്ക് ഇന്ത്യയിൽ തിരിച്ചു വരുന്നുവെന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്രം. ടിക്ടോക്ക്, ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമായ എയർ എക്സ്പ്രസ്, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഷെയിൻ എന്നിവ തിരിച്ചു വരുന്നുവെന്ന വാർത്തകളാണ് കേന്ദ്ര സർക്കാർ നിഷേധിച്ചത്. ടിക്ടോക്കിന്റെ നിരോധനം റദ്ദാക്കുന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല. ഇത്തരം വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, കേന്ദ്രം പറയുന്നു. ചിലർക്ക് ടിക്ടോക്ക് ലഭിച്ചു തുടങ്ങിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരമുണ്ടായിരുന്നു. എന്നാൽ അതും തെറ്റാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ടിക്ടോക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചവർക്ക് ലോഗിൻ ചെയ്യാനോ വീഡിയോകൾ കാണാനോ അപ്ലോഡ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. ഇന്റർനെറ്റ് സർവീസ് ദാതാക്കൾ ടിക്ടോക്ക് ബ്ലോക്ക് ചെയ്തിട്ട് തന്നെയാണുള്ളതെന്നും എന്നാൽ ചിലർക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമല്ലെന്നും ടെലികോം വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ടിക്ടോക്ക് തിരിച്ചു വന്നുവെന്ന വാർത്ത വ്യാപിച്ചത്. ചില ഉപയോക്താക്കൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമായി തുടങ്ങിയെന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. 5 വർഷം മുമ്പാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചത്. 2020 ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ ടിക്ടോക്ക് നിരോധിച്ചിരുന്നത്.